ഇന്ന് നമുക്ക് ഞാൻ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ കൊണ്ടുവന്ന ബാഗിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഇതിൽ നിന്നൊന്നും എടുത്ത് മാറ്റിയിട്ടൊന്നുമില്ല. ആകെ യൂണിഫോം അത് കഴുകാനായിട്ട് എടുത്ത് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. അത് ഡ്യൂട്ടിക്ക് പോകുന്നതിന് മുന്നേ തേച്ച് ബാഗിൽ വെക്കുക ചെയ്യാറുള്ളത്. ഇതെൻ്റെ ഹസ്ബൻഡിൻ്റെ കമ്പനിയുടെ ബാഗ് പഴയതായത് ഞാൻ റെഡിയാക്കി എടുത്തതാട്ടോ. ഇതാകുമ്പോൾ നല്ല സ്പേഷ്യസ് ആണ്, നല്ല ബലമൊക്കെ ഉണ്ട്, നല്ല ബാഗാണ്. പഴയ ബാഗ് ഒത്തിരി ഒരു വർഷത്തിൽ മേളിലായി ബാഗ്. ചേട്ടൻ യൂസ് ചെയ്ത് കുളമായി കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നതാണ്. പക്ഷേ ഞാൻ കഴുകി നല്ല വൃത്തിയൊക്കെ ആക്കി എടുത്ത് കൊണ്ടുവരുന്നു. നല്ല ബാഗാണ്, നല്ല സ്പേഷ്യസും എല്ലാം ഉള്ള നല്ല ബാഗാണ്. അവരുടെ കമ്പനി അവിടെ ജോലി ചെയ്യുന്ന എല്ലാവർക്കും കൊടുക്കുന്ന എല്ലാം ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല. 6 യൂണിഫോം കൊടുക്കുന്ന ഒരു കമ്പനി. ഈ അഗാപ്പി എന്ന് പറയുന്ന ഇവരുടെ കമ്പനിയിൽ 6 ദിവസത്തേക്കും ഓരോ ജോഡി യൂണിഫോമാണ് കൊടുത്തേക്കുന്നത്. 6 യൂണിഫോം. സാധാരണ 1-2 യൂണിഫോമൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ. അതുപോലെ എല്ലാ സാധനങ്ങളും എല്ലാം അവർ പ്രൊവൈഡ് ചെയ്യും. നല്ലൊരു കമ്പനിയാട്ടോ എൻ്റെ ഹസ്ബൻഡ് ജോലി ചെയ്യുന്ന കമ്പനി അഗാപ്പി. അത്രയും ജീവനക്കാരോട് അത്രയും നല്ലൊരു എന്താ പറയണ്ടേ, അത്രയും ഇതോടുകൂടി പെരുമാറുന്ന ഒരു കമ്പനിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ട് ഇത്രയും നാളും കൊണ്ട്. അപ്പോൾ ആ കമ്പനിയുടെ ബാഗിലാണ് ഞാൻ എൻ്റെ ഡ്യൂട്ടിക്ക് പോകുമ്പോഴുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്നത്. അപ്പോൾ നമുക്കിതിൽ എന്തൊക്കെയാണുള്ളത് നോക്കാം. ഇതിൽ നിന്ന് ഒന്നും എടുത്ത് മാറ്റിയിട്ടില്ല. അപ്പോൾ എല്ലാ ചപ്പച്ചവറുകൾ കാണും. അങ്ങനെ തന്നെ വീഡിയോ എടുക്കുന്നതുകൊണ്ടേ ഇങ്ങനെയൊക്കെ ആട്ടോ പറ്റുള്ളൂ. ഇത് ആദ്യത്തെ കള്ളി ഇത് തുറന്നു. ഇതിനകത്ത് പേഴ്സ്, പിന്നെ കുറച്ച് പൈസ, വണ്ടി താക്കോലല്ല ടിക്കറ്റൊക്കെ, അത് തീർന്നു. അടുത്ത കള്ളിയാണ് മെയിൻ പത്തകം. നമുക്ക് കാണാം കേട്ടോ. ഇതിനകത്തില്ലാത്ത സാധനങ്ങൾ കാണില്ല. ഇത് എൻ്റെ മേക്കപ്പ് പൗച്ച് എന്ന് വേണമെങ്കിൽ പറയാം. കഴിഞ്ഞ നേഴ്സസ് ഡേക്ക് ഞങ്ങൾക്ക് ഒത്തിരി സാധനങ്ങൾ തന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന്, ഞങ്ങളുടെ ഡോക്ടേഴ്സും ഒക്കെ ചേർന്ന്. അപ്പം കിട്ടിയൊരു പൗച്ചാട്ടോ. ഈ പൗച്ചിൻ്റെ ഉള്ളിൽ പേനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പൗച്ച്, പിന്നെ ഇത് ID കാർഡ് കാണിക്കണ്ടല്ലോ. ഇത് ചീപ്പ്, പൊട്ട്, പൗച്ചൊക്കെ ഉണ്ടെങ്കിലും എല്ലാ സാധനങ്ങളും ഇങ്ങനെയൊക്കെ ആയിരിക്കട്ടെ കിടക്കുന്നത്. പിന്നെ എപ്പോഴും വേണ്ട പോലെ പേനകൾ, വൈറ്റ്നർ യൂസ് ചെയ്യാൻ പാടില്ല നമ്മൾ, പക്ഷേ ചില സാഹചര്യങ്ങളിൽ ഒഫീഷ്യലല്ലാത്ത കാര്യങ്ങൾക്കൊക്കെ വേണമല്ലോ. ഇത് പിന്നെ എൻ്റെ ഒരു ഡയറി ആട്ടോ. ഇത് കണ്ടോ, ഇതിൽ ഞാൻ ഇങ്ങനെ ഓരോന്ന് എഴുതി വെച്ചിട്ടുണ്ട്. എന്നതാ നമ്മുടെ മെഡിസിൻ്റെ ഡൈലൂഷനൊക്കെ. ചില സമയം നമ്മൾ ഇന്ന് യൂസ് ചെയ്യാത്ത സാധനങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഒരു ഡൗട്ട് വരും നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ആരോടും ചോദിക്കാനുള്ള സമയമൊന്നുമില്ല. അതുകൊണ്ടാണ് ഇതെന്നാ ഇതൊരു ക്യാമറ, ഒരു പഴയൊരു ക്യാമറയുടെ ഒരു പൗച്ച് ഇവിടെ ഇരുന്നതാട്ടോ. അതിനകത്ത് ഞാൻ എൻ്റെ ചാർജറും പിന്നെ എൻ്റെ ഇതുണ്ട് ചെവി വെക്കുന്ന സാധനം, അതിൻ്റെ ഇത് എയർപോഡ്, ഈ എയർപോഡും വെക്കും. ഇത് കഴിഞ്ഞ ക്രിസ്മസിന് ഞങ്ങളുടെ എൻ്റെ ഡോക്ടറുടെ ക്രിസ്മസ് ഫ്രണ്ടായിരുന്നു ഞാൻ. അപ്പോൾ എനിക്ക് തന്നതാട്ടോ OnePlusൻ്റെ എയർപോഡ്. നല്ല എയർപോഡ്, നല്ല സൂപ്പർ എയർപോഡ്. അത് ഞാൻ ഇതിൻ്റെ ഉള്ളിലിട്ട് വയ്ക്കും. പിന്നെ മാർക്കർ, നമുക്ക് ഫ്ലൂയിഡയിലും ക്യാൻഡിൽ ഡേറ്റും ടൈമൊക്കെ എഴുതാൻ നേരത്ത് ഇത് വേണം. ക്ലിപ്പ്, അത് കുറേ കാണും കേട്ടോ. പിന്നെ റെസ്പ്യൂൾസ്, അതെനിക്ക് കുറച്ചായിട്ട് ജലദോഷമൊക്കെ ആയിരുന്നുകൊണ്ട് ആ സമയത്ത് ആവി പിടിക്കാനായിട്ട് മേടിച്ചതാട്ടോ. ബാക്കിയുള്ളതാണ്. പിന്നെ ഉള്ളതെന്നാ ബുഷ് ക്ലിപ്പ്, സ്ലൈഡില്ലാത്തൊരു ലൈഫില്ലല്ലോ. റെസ്പ്യൂളുണ്ട്. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ഇതാട്ടോ, മോയ്സ്ചറൈസറായിട്ട് വാസലിൻ്റെ റിവ്യൂ ഇട്ടിട്ടുള്ളതാണ്. പിന്നെയും പേന, പല കളറുള്ള പേന. ഇതേതോ കെച്ചപ്പ്, ക്ലിപ്പ്, സ്ലൈഡ്, പൈസ, എന്തോ ബില്ലൊക്കെ ഉണ്ട്. എല്ലാം ലുട്ടിലൊടിക്കൊണ്ട് ഇന്ന് ക്ലീൻ ആക്കണമെന്ന് വിചാരിച്ച സമയത്താണ് ഇത് നോക്കാമെന്ന് വിചാരിച്ചത്. പ്രിസ്ക്രിപ്ഷനൊക്കെ. പിന്നെ ക്ലിപ്പും, ഇതെനിക്ക് അവിടെ കിടന്ന് കിട്ടിയത് ഒരു പേന. ഞാനതെടുത്ത് വെച്ചു. ഇതുകൊണ്ട് പ്രത്യേകിച്ച് ഉപയോഗമൊന്നുമില്ല. പേനയും കൊണ്ട് കളർ പേന എന്നാലും അതൊക്കെ വെച്ചു. പിന്നെ ഇത് കയ്യിലൊക്കെ തൂക്കാൻ കുഞ്ഞ് എൻഹാൻഡറിൻ്റെ നമുക്ക് ഹാൻഡ് വാഷൊക്കെ ചെയ്ത് കഴിയുമ്പോൾ കൈക്കൊരു ഡ്രൈനെസ് ആയിരിക്കും, അതിന് വേണ്ടി. ക്ലിപ്പ്, വാച്ച്. ഞാൻ ഡ്യൂട്ടിക്കൊക്കെ ഡ്യൂട്ടി സമയത്ത് വാച്ച് കിട്ടാറില്ല കേട്ടോ, നമുക്കൊക്കെ യൂസ് ചെയ്യാറുള്ളൂ. ക്ലിപ്പ്, സ്ലൈഡ്, അങ്ങനത്തെ ലുട്ടിലെടുക്കുള്ളൂ കേട്ടോ. ഈ കളി തീർന്നു. പിന്നെ ഈ സൈഡിലുള്ളതിൽ പിന്നെയും കുറേ ബുഷൊക്കെ കേട്ടോ. പിന്നെ ഒരു ഫേസ് വാഷ് തീർന്നു. ബുഷ് സാധനങ്ങൾ. പിന്നെ ഈ സൈഡിലൊരു കള്ളിയുണ്ട്, അതിലൊരു സ്പ്രേ. ഇന്ന കമ്പനിയൊന്നും ഇല്ല കേട്ടോ. എൻഗേജിൻ്റെ ഒരു സ്പ്രേ. ഏറ്റവും മെയിൻ കള്ളി ഇതാണ്. ഇതിലൊത്തിരി സ്ഥലമുണ്ട് കേട്ടോ. ഇനി അടുത്ത കള്ളി വെക്കാം. ഈ കള്ളിയാണ് ഏറ്റവും വലിയ കള്ളി. ഇതൊരു ചിപ്സിൻ്റെ പാക്കറ്റാട്ടോ, ലൈസൊക്കെ പോലത്തെ നൈറ്റിൻ്റെ സാനിറ്റൈസർ. ഇതാണ് ഞാൻ യൂണിഫോം കൊണ്ടുവന്ന ബാഗല്ല കവർ. ഞങ്ങളുടെ ഇവിടുത്തെ ഒരു UK എന്ന് പറയുന്ന ഒരു കടയുണ്ട്, ആ കടയിൽ കേട്ടോ. പിന്നെ കുട വിട്ടൊരു ജീവിതമില്ലല്ലോ നമുക്ക്. മാർക്കർ. പിന്നെ ഇതിൻ്റെ സൈഡിലൊരു കള്ളിയുണ്ട് കേട്ടോ. ഈ കള്ളി എന്തിനാണെന്ന് എനിക്കറിയത്തില്ല. ഈ ഒരു കള്ളിയുണ്ട്. ഇതിൽ കുറേ പേപ്പർ സാധനങ്ങളൊക്കെ വെച്ചേക്കണേ കണ്ടോ. സേഫായിട്ട് പേപ്പറൊക്കെ ഇരുന്നോളൂ. അപ്പം
ഇത്രയും ലുക്കിലൊടുക്കുകളൊക്കെയാണ് എൻ്റെ ബാഗിലുള്ളത്. പേഴ്സിൽ വലിയ കാര്യമായിട്ടൊന്നുമില്ല, കാർഡുകൾ അതൊക്കെ ഇത്രേ ഉള്ളൂ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.